ഇന്ന് സംഭവിച്ചത് തുടരുന്നു. ശബരിമല നിലയ്ക്കലിൽ കണ്ടെത്തിയ മൃതദേഹം സംസ്കരിച്ചത് ആളുമാറി. മഞ്ഞത്തോട് ആദിവാസി ഊരിലെ രാമൻ എന്ന് തെറ്റിദ്ധരിച്ചാണ് അജ്ഞാത മൃതദേഹം സംസ്കരിച്ചത്. എന്നാൽ രാമനെ ഇന്ന് പത്തനംതിട്ട കോക്കത്തോട് നിന്ന് കണ്ടെത്തി. ശ്രീമാരൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീത്ത്, എന്തായിരുന്നു ഈ ആശയക്കുഴപ്പത്തിന്റെ കാരണം? എന്താണ് പോലീസ് പറയുന്നത്? രണ്ടാഴ്ച മുമ്പാണ് നിലയ്ക്കലിൽ ഇത്തരത്തിലൊരു അജ്ഞാത മൃതദേഹം, രാമൻ ബാബു 70 വയസ്സ് എന്നാണ് പേര്, പ്രദേശത്ത് ഒരു ഹരിജൻ കോളനിയിലെ അംഗമാണ് രാമൻ ബാബു. എന്നാലും ഈ രാമൻ ബാബുവിനെ അവിടെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് തിരിച്ചറിഞ്ഞത് ബന്ധുക്കളാണ്. ഒരു അജ്ഞാത മൃതദേഹം എന്ന തരത്തിൽ 2 ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നു ഈ മൃതദേഹത്തിന്. എന്തായാലും ബന്ധുക്കൾ തിരിച്ചറിയുന്നു. രാമൻ ബാബുവിൻ്റെ മൂത്ത മകനാണ് ഇത്തരത്തിൽ തിരിച്ചറിയുന്നത്. അതിനുശേഷം അനിയനെ, സഹോദരനെ വിളിച്ച് അറിയിക്കുന്നു. അയാളും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ച് ആംബുലൻസിൽ വെച്ചാണ് ഈ മൃതദേഹം കാണുന്നത്. അച്ഛനാണെന്ന് ഉറപ്പിച്ച പോലീസിനോട് പറയുന്നു. ഇതോടുകൂടി മൃതദേഹം കൃത്യമായ രീതിയിൽ ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നേരെ വീട്ടിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. വീടിനോട് ചേർന്ന വനഭൂമിയിലാണ് സംസ്കാരം നടത്തിയത്. എന്തായാലും അതിനുശേഷം ഇന്നാണ് അത്ഭുതകരമായ സംഭവം നടന്നത്. ഈ രാമനെ ഈ കൊക്കാത്തോട് എന്ന പ്രദേശത്ത് വെച്ച്, രാമൻ്റെ മകളുടെ വീട് ആ മേഖലയിലാണ്, രാമൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നയാളാണെന്ന് മകൻ പറയുന്നുണ്ട്. ആ ഒരു പ്രതികരണവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും രാമനെ അവിടെ വെച്ച് ഒരു ചായക്കടയുടെ പരിസരത്ത് വെച്ച് കണ്ടു എന്നാണ് തൊട്ടടുത്തൊരു ഫോറസ്റ്റ് വാച്ചർ, ഇവരുടെ ബന്ധു കൂടിയായ ഒരു ഫോറസ്റ്റ് വാച്ചറാണ് കണ്ടത്. അങ്ങനെ പിടിച്ചു നിർത്തിയപ്പോൾ ഇത് രാമനാണെന്ന് ഉറപ്പിച്ചു, രാമൻ ബാബു ആണെന്ന് ഉറപ്പിച്ചു. അങ്ങനെ അവിടെ പിടിച്ചു നിർത്തുകയും പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. മകനും അതുപോലെ തന്നെ ബന്ധുക്കളും സ്ഥലത്തെത്തി ഇത് രാമൻ ബാബു തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. അപ്പോഴും ഈ അജ്ഞാത മൃതദേഹം, നിലയ്ക്കലിൽ അന്ന് മരിച്ച അജ്ഞാത മൃതദേഹം ആരുടേതാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല എന്ന് ശ്രീമാനാണ് വിശദാംശങ്ങൾ നൽകിയത്.